ഈ ഫിലോസഫിക്കൽ ഗോഡ്, മാത്തമെറ്റിക്കൽ ഗോഡ്, കോസ്മിക് ഗോഡ്, അങ്ങനെ കുറേ വെർബൽ ജിംനാസ്റ്റിക്സ് ഉണ്ട്. ഫിലോസഫിയിൽ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? എളുപ്പമാണ്. വെർബൽ ജിംനാസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവം ഉണ്ട് എന്നാണ്. ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നാണ് അർത്ഥം. ഫിലോസഫിക്കൽ അങ്ങനെ തെളിയിക്കാൻ പറ്റും. കണക്കിൽ 1 + 1 എന്ന് പറയുന്നത് 1 3 ഒക്കെ തെളിയിച്ചൂടെ? തെളിയിക്കാം. ഒരുപാട് ഫണ്ണി മാത്തമെറ്റിക്സ് ഉണ്ട്. ഞാൻ ഒരെണ്ണം ഇവിടെ കാണിക്കാം. ഇപ്പോൾ തെളിയിക്കാൻ പറ്റും. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അടക്കുന്ന ഫ്ലൗട്ട് ചെയ്യും. അത് ആളുകൾക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർ പിന്നെ അതെന്ന് വിശ്വസിക്കും. ഇപ്പോൾ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞുതരാം. ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഒരു ഫിലോസഫിക്കലായിട്ട്. ദർ ഇസ് ഗോഡ്. ദൈവം എന്ന് പറയുന്നത് പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതില്ല, ലഭ്യമല്ല എന്നല്ല എൻ്റെ അർത്ഥം. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അല്ല ഉണ്ട്, അയാളിപ്പോൾ ഇവിടെ ഇല്ല എന്നതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഗോഡ് ആൻഡ് ഹി ഡസ് നോട്ട് എക്സിസ്റ്റ്. എങ്ങനെ ശരിയാവും? ഇതാണ് ഫിലോസഫി. ഫിലോസഫിയിലൊന്നും വെറുതെ തർക്കിച്ച് നിങ്ങളുടെ വളരെ കുറച്ചുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സമയം നഷ്ടപ്പെടുത്താൻ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഇന്റർനാഷണൽ ഉഡായിപ്സ് ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഓരോരുത്തരും ചർച്ച ചെയ്യുന്നതാണ്. ദൈവം ഉണ്ടോ ഉണ്ടില്ലയോ? സമയം നോക്കി പറയാം. ഉണ്ട്, കാണും, 10 രാവിലെ കാപ്പി കുടിച്ച് കാണും. ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് തള്ളേണ്ട കേസേ ഉള്ളൂ.